ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ബ്രീഡർ നമ്മളവിടെ വില്ലേജ് കണ്ടിരിച്ചിരുന്നത് പോലീസ് പ്ലേയിൽ. അപ്പോൾ നമ്മളവിടെ ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ചിലപ്പോൾ പറ്റാൻ ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ വില്ലേജിൽ നിന്ന് 2 വില്ലേജർ എന്തെങ്കിലും ഒരു പിടിച്ചുകൊണ്ടിരണം. അതാണ് ഇന്നത്തെ കോള്. അപ്പോൾ പിന്നെ നമ്മളെ ബേസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബേസ് ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് മെയിൻസ് അവിടെ ഇവിടെയൊക്കെയുള്ള ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. ലാൻഡിനൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് അയൺ ഫാം സെറ്റ് ആക്കിയതിന് ശേഷം കുറച്ച് ലാൻഡിനൊക്കെ സെറ്റാക്കി വെക്കണം. പിന്നെ കുറച്ച് സോർട്ടിങ്ങും സിസ്റ്റങ്ങളും പിന്നെ അത് കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കുറച്ച് അതിലേക്ക് പോകാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ സ്കിന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ വേറൊരു സ്കിന്നാണ് ഇട്ടിട്ടുള്ളത്. സ്കിൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ എന്താ അഭിപ്രായം എന്ന്. ഇതിലൊന്നും ചേഞ്ച് ചെയ്യണം. നമുക്ക് ഡ്രസ്സൊക്കെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കാം. നമ്മളെ വയസ്സായിക്കണം, നമ്മൾ പാപ്പരാണ്. പിന്നെ നമുക്ക് ബാക്കിലൊരു അമ്പ് വെക്കണ ഇതൊക്കെ ഉണ്ട്, സെറ്റാണ്. പിന്നെ നമ്മൾ മുടിയൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് നമ്മളെ വീട് കാണിക്കാം. ഇത് നമ്മളെ ഫസ്റ്റ് കിട്ടിയതാണ് ലോഗ്, നമ്മൾ ഫസ്റ്റ് കിട്ടിയ ലോഗ്. അതിന് ഇതെന്ത് വർക്കിലാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. എന്തെങ്കിലുമൊക്കെ ഒരു ബിൽഡ് ചെയ്തിട്ട് ഉണ്ടാക്കണം, അവർ മെയിനാക്കി വെച്ചിട്ട്. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇതാണ് നമ്മളെ ഈ ഡോറ്, നമ്മൾ കോപ്പറിൻ്റെ ഡോറ് വെച്ചിരുന്നത്. അത് വെച്ചപ്പോൾ നല്ല കളറായിരുന്നു, ഇതിനോട് മാച്ച് ആയി പോകുന്ന കളറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളർ മാറാൻ തുടങ്ങി. അപ്പോൾ ഈ കളർ അതിന് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ കളർ മാറുമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ചെറിയ പ്രശ്നം, പുതിയ അപ്ഡേറ്റിൽ വന്ന പ്രശ്നമല്ല, ഇതിലെന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കോപ്പറിൻ്റെ ഇതിന് കളർ മങ്ങുണ്ട്. അതിന് റീപ്ലേസ് ചെയ്യണം. ഇനി വേറെ ചെയ്യുന്നതെന്ന് അറിയില്ല. അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ ഷോർട്ടായിട്ട് വെച്ചിട്ടുണ്ട്, ഐറ്റം ഫ്രെയിമൊക്കെ വെച്ചിട്ട് ചെസ്റ്റിൽ ഓരോന്ന് ഇതിൻ്റെ ഇതിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. വൂള് കാർപ്പറ്റ് ഒന്നിൽ അങ്ങനെയൊക്കെ കുറച്ച് ബ്ലോക്കുകളും സ്റ്റെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഷോർട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാഡോമിൻ്റെ പോർഷൻ പുതിയ അപ്ഡേറ്റ് അങ്ങനെ കിട്ടുന്നത്. ഇതുപോലെ ഒരു ബോട്ടിലായിട്ട്, എന്താണ് അതിന് പേര്, ബാഡോമിന് 4 പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലായിട്ടാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു ഇതിനെ കൊന്നാണ്. അപ്പോൾ അങ്ങനെ വരുന്നതിന് കൊല്ലണതിന് പേടിയൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ബോട്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ പേടിക്കേണ്ടതില്ല. പിന്നെ ഇപ്പോൾ വേറെ നമ്മൾ വില്ലേജ് പോയപ്പോൾ അവിടെ നിന്ന് 2 ക്യാറ്റിനെ പിടിച്ച് ടീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാറ്റായിട്ട് സിമ്പിളായിട്ട് 2 ഫിഷ് കൊടുത്തതിന് സെറ്റായി. ഇവനെ പിന്നെ നമ്മൾ ടൈം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ടൈം ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ അനിയനും കൂടെ കളിക്കാണ്ടാവും പറഞ്ഞത്. അപ്പോൾ ഇന്ന് ചെറിയ പ്രശ്നം അടുത്ത വീഡിയോയിലെങ്കിലും ഉണ്ടാവും. അവൻ്റെ ബെഡാണ്, അവൻ്റെ സ്കിന്ന് സെറ്റായില്ല. നമ്മളെ കംപ്ലീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് നേരെ ഒരു 2 ഷിപ്പ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ വില്ലേജ് പോവാം. വില്ലേജ് ഇവിടെ അടുത്ത് തന്നെയാണ്. നേരെ അങ്ങോട്ട് 2 ബോട്ട് ക്രാഫ്റ്റ് ചെയ്യട്ടെ. പിന്നെ ബോട്ട് ക്രാഫ്റ്റ് ചെയ്ത് ഇതൊക്കെ കിട്ടണൊക്കെ ആ ടൈമിൽ തന്നെ നേരെ സോർട്ട് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ പണി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് വലിച്ചു കൊണ്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കയറ് കൊടുക്കുക. കുറച്ച് ഫുൾ എടുക്കട്ടെ. ഇതൊക്കെ നേരെ ആദ്യം കുറച്ച് സോർട്ടായി വെക്കട്ടെ. നൈറ്റായി അപ്പോൾ നമുക്ക് നേരെ എടുക്കുക, പോവുക. അവിടെ അടുത്താണ് വില്ലേജ്. നമുക്ക് അതിന് പോകും. ഞാൻ ബോട്ടിലിതായിട്ട് പോയില്ല, പക്ഷേ അടുത്ത് റിവ്യൂനുണ്ട്. ഈ റിവ്യൂനോ എങ്ങനെയാലും കണക്റ്റ് ആവാനുള്ളതാണ്, കണക്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ബോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് വില്ലേജ്. ഇപ്പോൾ നമ്മൾ 2 പേരും ബോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ബോട്ട് കയറ്റി നമുക്ക് നേരെ നമ്മൾ ഹോമിലേക്ക് പോവാം. ആദ്യമായി നേരെ ഹോമിലേക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് വേണം. അപ്പോൾ നമ്മൾ അതുപോലെ അങ്ങനെ വലിച്ച് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ബ്രീഡർ സെറ്റ് ആക്കണം. ബ്രീഡർ ഉണ്ടാക്കണ എല്ലാവർക്കും അറിയണതാണ്. അതിന് ട്യൂട്ടോറിയലൊന്നും ഇല്ല. ഞാൻ അതിന് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നത്, അതിൽ നോക്കിയാൽ മതി. അതിലുണ്ട് ബ്രീഡർ ഉണ്ടാക്കുന്നത്. ഞാൻ ബ്രീഡർ ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ ഞാൻ ബ്രീഡറൊക്കെ റെഡിയാക്കി സെറ്റ് ആക്കിയപ്പോൾ ഇതിന് 2 വില്ലേജറും സോംബി വൈഡ് വില്ലേജറായി ചത്തുന്നു. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ കൊടുന്ന വില്ലേജിൽ പോയി നോക്കിയപ്പോൾ അവിടെ ആകെ ഒരു വില്ലേജർ ഉള്ളൂ. അപ്പോൾ അതിനങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ ഇട്ട് ഇനി വേറെ വില്ലേജ് കണ്ടെത്തിയിട്ട് സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് സെറ്റാക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം പണികളൊക്കെ തീർത്ത് നമ്മൾ വില്ലേജ് തട്ടി പോയി. അപ്പോൾ അതിന് നമ്മൾ വില്ലേജ് പോയിട്ട് ഒന്നിനെ കൊടുത്തിരുന്നത്. ഇനി രണ്ടാമത്തെ ഞാൻ കുറേ ഈ റിവർ കൂടെ ഞാൻ ബോട്ടറ്റ് ട്രെയിനിങ്ങിന് പോയപ്പോൾ വേറെ കിട്ടി. വേറെ ഡെസേർട്ട് വില്ലേജ് കിട്ടി. ഡെസേർട്ട് വില്ലേജിൽ നിന്ന് ഒരു വില്ലേജറിനെ അവിടെ നിന്ന് ഒപ്പിച്ചു. അങ്ങനെ 2 വില്ലേജറായി ബ്രീഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെയിലിൻ്റെ അടിയിലുള്ള കളക്ടിങ് സിസ്റ്റത്തിന് റെയിലിൻ്റെ പണിയാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് കൊടുത്തിന് കുറച്ച് ഇത് ആ ഡെസേർട്ട് വില്ലേജ് എന്ന് അവിടുന്ന് വിടുന്ന സാധനമാണ്. അത് വില്ലേജറിനെ വിടുന്നതാണ്. ഇതൊക്കെ ഞാൻ കൊടുത്താണ്, കുറച്ച് കൊടുത്ത് ബാക്കി പോലെ ഫാം ചെയ്തുണ്ടാക്കിയാണ്. പിന്നെ ഒരു വില്ലേജർ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടാക്കിയില്ല. റെയിലൊന്നും വെച്ച് കളക്ട് ചെയ്യാനുള്ള ഇത് വെച്ചില്ല. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ അതും കൂടി പിന്നെ നമുക്ക് കുറേ പ്രോഗ്രസ് ഉണ്ടായി. ഒരു ഡെസേർട്ട് ടബിൾ ഉണ്ടല്ലോ, ഡെസേർട്ട് ടബിൾ, അതും കിട്ടി. പിന്നെ ഒരു ട്രഷർ മാപ്പ് ഇടില്ല. അതിട്ട് ഞാൻ ട്രഷർ തപ്പാൻ പോയിന്. അപ്പോൾ അവിടുന്ന് ഹാർട്ട് ഓഫ് ദ സീൻ കിട്ടിയിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ നമുക്ക് ഡെസേർട്ട് വില്ലേജിൽ നിന്ന് മറ്റേ ക്യാമൽ ഉണ്ടല്ലോ, ഒട്ടകം, ആ ഒട്ടകത്തെ
മറ്റേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കൊടുന്നില്ല, നമുക്ക് സാഡിൽ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതാ വിടുന്നുണ്ട്. ഇനി ഇതൊന്ന് കറക്റ്റാക്കി വെക്കണം. ഈ വില്ലേജർ വലുതായിട്ടുണ്ട്. ഇതെങ്ങനെ വെക്കുന്നു എന്നുള്ള പ്ലാനിങ് എനിക്കറിയില്ല. ഈ ഒന്നുകൂടെ ഒന്ന് വേട്ടെ. ഓക്കെ, ഇതൊന്നും ഇവിടെ വെച്ച് നോക്കാം. സെറ്റാവും നല്ലതൊക്കെ. ഞാനിപ്പോൾ റെഡ് സ്റ്റോൺ മൈനിങ്ങിന് പോയിന്. അപ്പോൾ 1.5 സ്റ്റാക്കോളം റെഡ് സ്റ്റോണും കിട്ടിയിട്ടുണ്ട് ഇതിന്. ഓ, ഇതൊന്ന് സെറ്റാക്കണം. ഇവിടെ വെച്ചാലോ നമുക്കത് ഇത് ടെമ്പററിലായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ വെക്കാം. പിന്നെ സെറ്റാക്കാതെ നല്ല തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോഗ്രസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വില്ലേജ് ബ്രൈഡർ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വില്ലേജ് ബ്രൈഡറിൽ അവിടേക്ക് പോയി നോക്കുമ്പോൾ തന്നെ കാണാം അവിടെ 2 വില്ലേജർ, ഒരു ഡെസേർട്ട് വില്ലേജറും പിന്നെ ഒരു സാധാ വില്ലേജറും അവിടെ ഉണ്ട്. പിന്നെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ട്. എൻ്റെ അനിയനും എൻ്റെ കൂടെ ഒന്ന് കളിക്കാനുണ്ട്. അവർക്ക് സ്കൂളൊക്കെ ഉണ്ട്. അവർക്ക് ചില സ്കൂളൊക്കെ വിട്ട് കിട്ടുന്ന ചില ടൈമിൽ അവന് കൂടെ കളിക്കാനുണ്ടാവും. പിന്നെ എനിക്കും നാളെ മറ്റേ തിങ്കളാഴ്ച 24-ാം തീയതി സ്കൂൾ തുറക്കാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ലാഗായിരിക്കും. പിന്നെ നമ്മൾ വില്ലേജ് കളക്ടറിൻ്റെ അവിടെ പോയാൽ അവിടെ വില്ലേജേഴ്സ് ബ്രീഡാക്കി എടുക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ ഭാഗത്ത് എവിടെ ആയിട്ടാണ് നമ്മൾ ഇതുവരെ ഒരു വൻ യുദ്ധം കഴിഞ്ഞിട്ട് വരികയാണ് ഞാനും കൂടി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റാണ്, സീനാണ്. പിന്നെ അങ്ങോട്ട് കയറി വന്നാൽ അവിടെ ഇല്ല ഉണ്ടാവണേ. ഒരു വില്ലേജർ കുട്ടിയുണ്ട്. ഇതിന് എന്തോ ബെഡ് ലിങ്കായി റീസൺ ഉണ്ട്. അപ്പോൾ സെറ്റ് ആക്കണം നമുക്ക്. അപ്പോൾ ഒരു വില്ലേജർ ഉണ്ട്. പിന്നെ ഇവിടെ നിൽക്കില്ല, വില്ലേജർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കിട്ടും. അതൊക്കെ എല്ലാവർക്കും വരുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ഇന്നത്തെ കോള് തീർന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു അയൺ ഫാം സെറ്റ് ആക്കുന്ന വീഡിയോ ആയിരിക്കും. അടുത്ത് മിക്കവാറും അയൺ ഫാം തന്നെ ആയിരിക്കണം. അതാണ് നമുക്ക് ആവശ്യം. അയണാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. നമ്മൾ മൈനിങ് സെറ്റ് ആക്കണം. അപ്പോൾ അതിന് അയൺ ഫാം ഒരുപാട് ബിൽഡൊക്കെ ഉണ്ടാക്കണം അയൺ ഫാം. പക്ഷേ ഫാം ഉണ്ടാക്കിയ പിന്നെ അതിൻ്റെ വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഒരു ബാമ്പൊക്കെ കിട്ടി. ബാമ്പ് നമ്മളിവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട്. പിന്നെ ഷുഗർ കെയിനും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നേരെ എത്തിയില്ല, പിന്നെ എടുക്കാം. പിന്നെ ഇപ്പോൾ ടൈമില്ല. പിന്നെ എൻ്റെ അനിയനെ കാണാത്തവരുണ്ടാവും. അനിയനെ എന്ന് പറഞ്ഞാൽ കണ്ടോളി, ഇവനേത് കണ്ടു കൊടുത്താൽ റെഡിയാവും. സംഭവം എന്താ വെച്ചാൽ ഇവന് വെറുതെ വന്ന ഒരു പണിമുടക്ക് ഒരു കാര്യം പറഞ്ഞാൽ മതിയായിട്ട് ചെയ്യില്ല. നമ്മളൊരു കാര്യം പറയാം, വാർന്നതിനൊക്കെ ചെയ്ത് ആകെ പണി നമ്മളാണല്ലോ സ്വീപ്പാക്കും വെറുതെ. എന്നാലൊരു ടെസ്റ്റിന് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ. പിന്നെ നമ്മളിവിടെ ഒരു കണ്ടൊക്കെ നമ്മൾ വീട് നമ്മളിനി വീടിൻ്റെ ഇന്ത്യകൾക്ക് ഇവിടെ സെറ്റ് ആക്കണം. നമ്മൾ ഇവിടെ ഒന്നുമില്ല. നമ്മൾ നേരെ മേലെ കയറി അവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് നമുക്കൊരു ട്രഷർ കിട്ടീന്. നമ്മൾ ഒരു ട്രഷർ മാപ്പ് ഒരു ട്രഷർ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ഹാർട്ട് ഓഫ് ദ സീറ്റ്. പിന്നെ ഇപ്പോൾ എന്താ, പിന്നെ ഒരു ഗോൾഡൻ ആപ്പിൾ ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് തോന്നുന്നു. പിന്നെ ഇപ്പോൾ വേറെ പിന്നെ ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ കിട്ടിയപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ഈ ബുക്ക് അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്. മറ്റേ സാധനമല്ലേ എന്താണ് ഇതിൻ്റെ ഡെസേർട്ട്, അത് അതിൽ നിന്നിട്ടാണ്. പിന്നെ നമുക്ക് അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ക്യാമൽ അവിടെ ഉണ്ട്. അപ്പോൾ ക്യാമലിനെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം. നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കണം. ഇതിലുണ്ടോ ഇതൊന്നും ഇവിടെ നിന്ന് വെച്ചില്ല. എടാ ഇവിടെ ഒന്നും വെച്ചില്ലടാ. ഇവിടെ ഹാബിയിലുണ്ടല്ലോ. അവിടെ ഹാബിയിലുണ്ട്. ഞാൻ എൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നു കേട്ടോ. അതുകൊണ്ട് വീശുന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റ് എൻ്റെ കൂടെ ഇരുന്ന് തന്നെയാണ് കളിക്കുന്നത്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇനി സബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യാം. ഇതിനോട് സെറ്റ് ആക്കണം നിങ്ങൾ. പിന്നെ നമുക്ക് 2 ക്യാറ്റിന് കിട്ടിയിട്ടുണ്ട്. ക്യാറ്റിനുള്ള നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. 2 ക്യാറ്റിന് ഒരു നെയിം ഇടണം. ഇതാണ് 2 ക്യാറ്റിന് ഒരു പട്ടി കുടിക്കണം. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും വിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാലും ഇടണം. പിന്നെ ഒരു നെയിം നമുക്ക് നമ്മളെ സബ് ആരാളുള്ളത് സബ് ചെയ്യുങ്ങളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ. ബൈ.